ഒരു മനോഹരമായ ഗ്രാമത്തിൽ ഒരു കർഷകനുണ്ടായിരുന്നു. അയാൾക്ക് മൊത്തം 3 മക്കൾ. വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആ കുടുംബത്തിൽ പെട്ടെന്ന് പണത്തിനൊരാവശ്യം വന്നപ്പോൾ അയാളുടെ 3 മക്കളും ജോലി തേടി പല സ്ഥലങ്ങളിലേക്ക് പോയി. അവിടെ വെച്ച് അവർക്ക് 3 പേർക്കും മായാജാലം നിറഞ്ഞ ചില മാന്ത്രിക സാധനങ്ങൾ കിട്ടി. അതിനുശേഷം അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. അപ്പോൾ നമുക്കിനി ഡയറക്റ്റായി കഥയിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കാണുന്നത് മനോഹരമായ ഒരു ഗ്രാമമാണ്. പലതരത്തിലുള്ള ജോലികൾ ചെയ്താണ് ആ ഗ്രാമത്തിലുള്ളവർ ജീവിക്കുന്നത്. അതേ ഗ്രാമത്തിൽ തന്നെ വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു കുടുംബത്തെ കാണിക്കുവാണ്. ഇയാളുടെ പേരാണ് പീറ്റർ. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് പീറ്ററിന്റെ ഭാര്യ മരിച്ചുപോയത്. അയാൾക്ക് മൊത്തം 3 മക്കൾ. മൂത്ത മകന്റെ പേര് ജാക്ക്, രണ്ടാമത്തെ മകന്റെ പേര് എമിൽ, ഏറ്റവും ഇളയ മകന്റെ പേര് മാക്സ്. മാക്സ് ആണ് നമ്മുടെ കഥയിലെ നായകൻ. പക്ഷേ നായകന്റെ അച്ഛന് അവനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം അവൻ എപ്പോഴും കളിയും തമാശയുമായി ഒട്ടും ഉത്തരവാദിത്വമുള്ള ഒരാളെ പെരുമാറാറില്ല. പക്ഷേ അവന്റെ 2 ചേട്ടന്മാരും അങ്ങനെയല്ല. അവരുടെ അച്ഛനെ സഹായിക്കാനായി എപ്പോഴും അവർ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ നായകനെ എപ്പോൾ കണ്ടാലും അവന്റെ അച്ഛൻ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ അവരുടെ കുടുംബം ഇപ്പോൾ സാമ്പത്തികപരമായി വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ഒരു ദിവസം പീറ്റർ തന്റെ മൂത്ത 2 മക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ കുടുംബം വളരെ കഷ്ടപ്പാടിലാണ് പോകുന്നത്. നിങ്ങൾ രണ്ടുപേരും അടുത്തുള്ള പട്ടണത്തിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്ത് പണം സമ്പാദിക്കുക. അച്ഛന്റെ വാക്കുകൾ കേട്ടതും അവർ പറഞ്ഞു, ശരി, അച്ഛൻ പറഞ്ഞ ഞങ്ങൾക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ ഇന്ന് തന്നെ പട്ടണത്തിലേക്ക് പോകാം. അങ്ങനെ അവർ യാത്രയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എടുത്തു. പോകുന്നതിന് മുമ്പ് അവർ മാക്സിന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഞങ്ങൾ പട്ടണത്തിലേക്ക് പോകുക. ഇനിയെങ്കിലും നിന്റെ കുട്ടിത്തമൊക്കെ മാറ്റിവെച്ച് അച്ഛനെ നീ സഹായിക്കണം. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഉറപ്പായും നിനക്ക് സമ്മാനങ്ങൾ കൊണ്ടുവരാം. അത്രയും പറഞ്ഞ് അവന്റെ 2 ചേട്ടന്മാരും അവിടുന്ന് പോയി. അവന്റെ ചേട്ടന്മാർ പോകുന്നത് കണ്ട നായകൻ ഓടിച്ചെന്ന് അവന്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്താ അവരെ മാത്രം പട്ടണത്തിലേക്ക് അയച്ചത്? എന്നെ അച്ഛന് ഒട്ടും വിശ്വാസമില്ലേ? എന്നെയും അവരെ പോലെ പുറത്തേക്ക് വിട്. ഞാനും പോയി എന്തെങ്കിലുമൊക്കെ പഠിച്ച് പണം സമ്പാദിച്ചുകൊണ്ട് വരാം. എന്നാൽ ഇത് കേട്ടതും അവന്റെ അച്ഛൻ പറഞ്ഞു, നിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു വിശ്വാസവുമില്ല. നമ്മുടെ വീട്ടിലെ ഒരേ ഒരു ആട്ടിന്റെ പാൽ വിറ്റാണ് നമ്മുടെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ആ ആടിനെ പോലും ശരിയായി നോക്കാൻ നിനക്കറിയില്ല. ഇങ്ങനെയുള്ള നിന്നെ ഞാൻ എങ്ങനെ പുറത്തേക്ക് വിടുന്നത്? ആദ്യം നീ ആ ആടിനെ പോയി മേയിച്ചിട്ട് വാ. അത് കേട്ട നായകൻ ആ ആടിനെയും കൂട്ടി അടുത്തുള്ള ഒരു കാട്ടിലേക്ക് പോയി. അവിടെ എത്തിയ ശേഷം അവനവന്റെ സങ്കടങ്ങൾ ആടിനോട് പറയാൻ തുടങ്ങി. ഞാനിങ്ങനെ അച്ഛന്റെ വാക്കും കേട്ട് ഈ ഗ്രാമം വിട്ടു പോകാതെ ഇവിടെ തന്നെ നിന്നാൽ ജീവിതകാലം മുഴുവൻ ആടിനെ മേയ്ക്കേണ്ടി വരും. എനിക്കും നല്ലൊരു ജീവിതം വേണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്നാൽ പെട്ടെന്നാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നത്. ഇവളുടെ പേര് ലോറ്റി എന്നാണ്. ലോറ്റി മറ്റാരുമല്ല, നായകന്റെ കാമുകിയായിരുന്നു. ഇവള് തന്നെയാണ് നമ്മുടെ കഥയിലെ നായികയും. എന്താടാ നീ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത്? നീ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. നിനക്ക് എന്നെയും ഈ ഗ്രാമമൊക്കെ വിട്ട് ഇവിടുന്ന് പോകണമല്ലേ? അതെ, ഈ ഗ്രാമത്തിന് പുറത്തേക്ക് പോയി എന്തെങ്കിലും ജോലി പഠിക്കണം. എന്നിട്ട് എനിക്ക് പണം സമ്പാദിക്കണം. അങ്ങനെ ഒരുപാട് പണം സമ്പാദിച്ചുകൊണ്ട് വന്നാൽ മാത്രമേ നമ്മുടെ കല്യാണത്തിന് നിന്റെ അമ്മ സമ്മതിക്കൂ. പെട്ടെന്നാണ് ലോറ്റിയുടെ അമ്മ എങ്ങോട്ടേക്ക് വന്ന് അവളെ വിളിക്കുന്നത്. അത് കേട്ടതും അവൾ അവിടുന്ന് ഓടിപ്പോയി. അങ്ങനെ നായകൻ ആടിനെയൊക്കെ മേയിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തി. അത് കണ്ടതും അവന്റെ അച്ഛൻ ചോദിച്ചു, എന്താടാ ആട് വയറു നിറയെ പുല്ല് തിന്നോ? അതെ അച്ഛാ, ഇനി ഒരാഴ്ചത്തേക്ക് ഇതിന് പുല്ലൊന്നും കൊടുക്കണ്ട. അതും പറഞ്ഞവൻ ആടിനെ കൂട്ടിൽ കൊണ്ടുവന്ന് കെട്ടി. എന്നാൽ കുറച്ചു മിനിറ്റ് കഴിഞ്ഞതും ആട് വീണ്ടും വിശന്ന് കരയാൻ തുടങ്ങി. ഇത് കണ്ട് അവന്റെ അച്ഛന് ദേഷ്യം വന്നു. ഒരു ആടിനെ മേയ്ക്കാൻ മാത്രമാ നിന്നോട് ഞാൻ പറഞ്ഞത്. അതുപോലും ശരിക്ക് ചെയ്യാൻ പറ്റാത്ത നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? അങ്ങനെ വഴക്കം കേട്ട് സങ്കടപ്പെട്ട് പോയി കിടന്ന നായകന് അന്ന് രാത്രി കിടന്നിട്ട് ഉറക്കം വന്നതേയില്ല. ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ അച്ഛൻ എന്നെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ചേട്ടന്മാരെ പോലെ സിറ്റിയിലേക്ക് പോയി എന്തെങ്കിലും പഠിച്ച് കുറച്ച് പണം ഉണ്ടാക്കണം. അങ്ങനെ ആരും അറിയാതെ അവൻ അവിടുന്ന് നാട് വിട്ടു പോകാൻ ശ്രമിക്കുവാണ്. പക്ഷെ ശബ്ദം കേട്ട് അവന്റെ അച്ഛൻ എഴുന്നേറ്റു. ഈ രാത്രി നീ എവിടെ പോകുക? അത് പിന്നെ അച്ഛൻ എന്നെ ഒട്ടും വിശ്വാസമില്ല. എപ്പോഴും എന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ ഇനി ഈ വീട്ടിൽ നിൽക്കില്ല. ചേട്ടന്മാരെ പോലെ ഞാൻ സിറ്റിയിലേക്ക് പോയി എന്തെങ്കിലും ജോലിയൊക്കെ പഠിച്ച് പണവും സമ്പാദിച്ചിട്ട് വരാം. ഇത് കേട്ട് അവന്റെ അച്ഛന് ദേഷ്യം വന്നെങ്കിലും അയാൾ പറഞ്ഞു, ശരി, നിന്റെ ഇഷ്ടം അതാണെങ്കിൽ നീ അങ്ങനെ തന്നെ ചെയ്. പക്ഷേ തിരിച്ച് നീ ഇനി ഈ വീട്ടിലേക്ക് വരുമ്പോൾ വെറും കൈയോടെ വരരുത്. അഥവാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഈ വീട്ടിൽ കയറ്റില്ല. ശരി, വെറും കൈയോടെ ഞാൻ ഇങ്ങോട്ടേക്ക് മടങ്ങി വരില്ലെന്നും പറഞ്ഞ് നായകൻ ആ വീട് വിട്ടിറങ്ങി. എന്നാൽ ആ ഗ്രാമം വിടുന്നതിന് മുമ്പ് നേരെ അവൻ ലോറ്റിയുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അവളുടെ വീടിന്റെ ജനലിൽ കല്ലുകൾ എറിഞ്ഞു. ശബ്ദം കേട്ട് ലോറ്റി ജനൽ തുറന്നു നോക്കി. അപ്പോൾ നായകനോടെ നിൽക്കുന്നത് കണ്ട് അവളാകെ ഞെട്ടിപ്പോയി. ഈ രാത്രി നീ ഇതെങ്ങോട്ട് പോകുക? ഞാൻ നമ്മുടെ ഗ്രാമം വിട്ടു പോകുവാണ്. എന്തെങ്കിലും ജോലി പഠിക്കണം, എങ്കിലേ എന്റെ ജീവിതം മാറൂ. അത് കേട്ടതും നായികയ്ക്ക് ആകെ സങ്കടമായി. പക്ഷേ അവന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് അവൻ പോകുന്നെന്ന് മനസ്സിലാക്കിയ നായിക അവനെ തടഞ്ഞില്ല. അവളുടെ ഒരു ഹെയർ പിൻ എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നീ എന്റെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കണം. നീ വിഷമിക്കേണ്ട. എന്തെങ്കിലും ജോലി പഠിച്ച് എത്രയും പെട്ടെന്ന് ഞാൻ തിരിച്ചു വരും. അത്രയും പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച് നായകനെ ഗ്രാമം വിട്ട് കാട്ടിലൂടെ യാത്ര തുടങ്ങി. അങ്ങനെ അവൻ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറ്റിക്കാട്ടിൽ നിന്ന് ചെറിയൊരു സൗണ്ട് കേൾക്കുന്നത്. എന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ അങ്ങോട്ടേക്ക് പോയി നോക്കിയപ്പോഴത് ആ കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു നായ്ക്കുട്ടി അവന്റെ മേലേക്ക് ചാടി വീണു. അതിന്റെ ശരീരം കണ്ടപ്പോഴേ അവന്
മനസ്സിലായി ആ നായ്ക്കുട്ടിയുടെ ഓണർ അതിനെ നല്ലതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്. പെട്ടെന്നാണ് ആ നായ്ക്കുട്ടിയുടെ ഓണർ അതിനെ തിരിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നത്. അത് കണ്ട നായകൻ പെട്ടെന്ന് നായ്ക്കുട്ടിയും എടുത്ത് മറ്റൊരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു. അവിടെയെല്ലാം നായ്ക്കുട്ടി തിരിഞ്ഞിട്ടും കിട്ടാത്തത് കൊണ്ട് അയാൾ അവിടുന്ന് തിരിച്ചുപോയി. അയാൾ പോയതിനു ശേഷം നായകൻ ആ നായ്ക്കുട്ടി നോക്കി പറഞ്ഞു, നീ പേടിക്കേണ്ട, ഇനി മുതൽ നിനക്ക് ഞാനുണ്ട്. ഇനി മുതൽ ഞാൻ നിന്നെ ജിമ്മി എന്ന് വിളിക്കൂ. അങ്ങനെ രാത്രിയായതും നായകനും ജിമ്മിയും കൂടി കാട്ടിൽ കിടന്നുറങ്ങി. തൊട്ടടുത്ത ദിവസം രാവിലെ നായകൻ കണ്ണു തുറന്ന് നോക്കിപ്പെടുക അവന്റെ മുന്നിൽ 3 കള്ളന്മാർ. അവർ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും തന്നേക്ക്, ഇല്ലെങ്കിൽ ഞങ്ങൾ കൊന്നുകളയും. അത് കേട്ടത് നായകൻ പറഞ്ഞു, അയ്യോ സത്യമായിട്ടും എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്റെ കാമുകി തന്ന കുറച്ച് ബ്രെഡ് മാത്രമേ കയ്യിലുള്ളൂ. എങ്കിൽ ശരി, ആ ബ്രെഡെങ്കിലും തന്നിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്ക്. എന്നാൽ ആ ബ്രെഡ് കൊടുക്കാൻ അവന് ഒട്ടും മനസ്സില്ലായിരുന്നു. പക്ഷേ ആ കള്ളന്മാരുടെ തലവൻ ജിമ്മി എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നീ ആ ബ്രെഡ് തന്നില്ലെങ്കിൽ ആദ്യം കൊല്ലാൻ പോകുന്നത് നിന്റെ നായയായിരിക്കും, അതിനുശേഷം നിന്നെ കൊല്ലും. അങ്ങനെ വേറെ വഴിയൊന്നുമില്ലാത്തത് കൊണ്ട് നായകൻ ആ ബ്രെഡ് അവർക്ക് കൊടുത്തിട്ട് വളരെ സങ്കടത്തോടെ കാട്ടിലൂടെ യാത്ര തുടങ്ങി. അങ്ങനെ കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോഴാണ് ദൂരെ ഒരു തയ്യൽക്കാരന്റെ വീട് അവൻ കാണുന്നത്. ആ തയ്യൽക്കാരന്റെ ഭാര്യ വന്ന് അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം ദൂരെ നിന്നുകൊണ്ട് നായകനും ജിമ്മിയും കാണുന്നുണ്ടായിരുന്നു. നായകൻ വിഷമത്തോടെ പറഞ്ഞു, എന്തൊരു കഷ്ടമാണിത്, എനിക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ട്. ഇനി വീട്ടിലേക്ക് തിരിച്ചു പോയാൽ അച്ഛൻ ഉറപ്പായും എന്നെ വീട്ടിൽ കയറ്റില്ല. ആകെ ഉണ്ടായിരുന്ന ബ്രെഡും ആ കള്ളന്മാർ കൊണ്ടുപോയി. എന്നാൽ അവൻ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് ജിമ്മി ഒരു കാര്യം തീരുമാനിച്ചു. അവൻ വേഗം ആ തയ്യൽക്കാരന്റെ വീട്ടിലേക്ക് ഓടി അവിടെ ഉണ്ടായിരുന്ന കേക്ക് എടുത്തുകൊണ്ട് വന്ന് നായകന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. കേക്ക് കണ്ടതും നായകന് ഒരുപാട് സന്തോഷമായി. പക്ഷേ അവന്റെ മനസ്സ് അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ അവൻ ജിമ്മിയോട് പറഞ്ഞു, എനിക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ട്, എങ്കിലും ഞാൻ ആരുടെയും സാധനം മോഷ്ടിക്കില്ല. അങ്ങനെ അവൻ ആ കേക്കും കൊണ്ട് നേരെ ആ തയ്യൽക്കാരന്റെ അടുത്തേക്ക് പോയി. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എന്റെ നായ ജിമ്മി അറിയാതെ നിങ്ങളുടെ കേക്ക് എടുത്തോണ്ട് വന്നതാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ കേക്ക് തിരിച്ചു കൊടുത്തു. എന്നാൽ അവൻ പോകാനെ തിരിഞ്ഞപ്പോൾ വിശപ്പ് കാരണം അവന്റെ വയറ്റിൽ നിന്ന് സൗണ്ട് കേൾക്കാൻ തുടങ്ങി. അത് കേട്ടതും ആ തയ്യൽക്കാരന്റെ ഭാര്യ പറഞ്ഞു, നിനക്ക് നല്ല വിശപ്പുണ്ടല്ലേ, ഒരു കാര്യം ചെയ്യ്, ഞാൻ കുറച്ച് കേക്ക് തരാം, നീ അത് കഴിച്ചിട്ട് പോയാൽ മതി. അങ്ങനെ മാക്സും ജിമ്മിയും അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആ തയ്യൽക്കാരന്റെ ഭാര്യ ചോദിക്കുന്നത്, ആരാ നീ, നിന്നെ ഇതിനു മുമ്പ് ഇവിടെയും കണ്ടിട്ടില്ലല്ലോ. അത് കേട്ടത് നായകൻ പറഞ്ഞു, ഞാൻ മറ്റൊരു ഗ്രാമത്തിൽ നിന്ന് വന്നതാ, എന്തെങ്കിലും ഒരു ജോലി പഠിച്ച് പണം സമ്പാദിക്കണം എന്ന ആഗ്രഹത്തിലാണ് ഞാനിങ്ങനെ യാത്ര ചെയ്യുന്നത്. അല്ല, എന്ത് ജോലി പഠിക്കാനാണ് നിനക്ക് ആഗ്രഹം? അങ്ങനെ ചോദിച്ചാ എനിക്കും അറിയില്ല, എന്ത് ജോലിയാണെങ്കിലും കുഴപ്പമില്ല. അത് കേട്ടതും ആ തയ്യൽക്കാരൻ പറഞ്ഞു, എങ്കിലൊരു കാര്യം ചെയ്യ്, നീ ഞങ്ങളുടെ കൂടെ നിന്ന് തയ്യൽ ജോലി പഠിച്ചോ. പക്ഷേ നിനക്ക് ശമ്പളം തരാനൊന്നും ഞങ്ങൾക്ക് കഴിയില്ല, കാരണം ഞങ്ങൾക്കും ഒരുപാട് കടമുണ്ട്. അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ നിന്ന് ജോലി ചെയ്താൽ നിനക്ക് ഫുഡും താമസിക്കാൻ സ്ഥലവും ഞങ്ങൾ തരാം. അത് കേട്ടതും നായകന് ഒരുപാട് സന്തോഷമായി. ജോലിയും പഠിപ്പിച്ചു തരുന്നു, താമസിക്കാൻ സ്ഥലവും പിന്നെ ഫ്രീ ഫുഡും, ഇതിൽ കൂടുതൽ പിന്നെ എന്താ വേണ്ടത്? അതുകൊണ്ട് തന്നെ അവൻ അതിന് ഓക്കെ പറഞ്ഞു. അങ്ങനെ തൊട്ടടുത്ത ദിവസം മുതൽ നായകൻ ആ തയ്യൽക്കാരന്റെ കൂടെ ജോലി പഠിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ അവന് ശരിയായൊന്ന് നൂല് കയറ്റാൻ പോലും അറിയില്ലായിരുന്നു. എങ്കിലും അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പതിയെ പതിയെ അവനത് പഠിക്കാൻ തുടങ്ങി. ഇതേ സമയം സിറ്റിയിലേക്ക് പോയ നായകന്റെ 2 ചേട്ടന്മാരെ കാണിക്കുവാണ്. അവന്റെ മൂത്ത ചേട്ടൻ ജാക്ക് ഒരു മരപ്പണിക്കാരന്റെ അടുത്ത് ജോലി ചെയ്യുന്നു. മേശയും കസേരയും പോലുള്ള സാധനങ്ങളൊക്കെ അവൻ ഉണ്ടാക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ രണ്ടാമത്തെ ചേട്ടൻ എമിൽ ഒരു അരിമില്ലിൽ ജോലി ചെയ്യുന്നു. നെല്ല് അരിയാക്കാനും ഗോതമ്പ് പൊടിക്കാനും ഒക്കെ അവൻ അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം നായകന്റെ ഗ്രാമത്തിൽ മറ്റൊരു സംഭവം നടന്നു. ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ പണക്കാരനായ ഒരാൾ അയാളുടെ മകനുമായി നായികയുടെ വീട്ടിലെത്തി. എന്നിട്ട് അവർ നായികയുടെ അമ്മയോട് പറഞ്ഞു, ഇതെന്റെ മകനാണ്, ഈ ഗ്രാമത്തിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി നിങ്ങളുടെ മകളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മകളെ കൊണ്ട് എന്റെ മകനെ വിവാഹം കഴിപ്പിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ അയാൾ നായികയുടെ കയ്യിലേക്ക് കൊടുത്തു. നിങ്ങൾ ഇത് വെച്ചോ, പകരം നിങ്ങളുടെ മകളും എന്റെ മകനും തമ്മിലുള്ള കല്യാണത്തിന് സമ്മതിച്ചാൽ മാത്രം മതി. എന്നാൽ നായികയുടെ അമ്മ ഇത് കേട്ടിട്ട് ഒന്നും ആലോചിക്കാൻ നിന്നില്ല. അപ്പോൾ തന്നെ അവരതിന് സമ്മതിച്ചു. കാരണം അവരുടെ കുടുംബവും സാമ്പത്തികപരമായി നല്ല ബുദ്ധിമുട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതി അവർ ഈ വിവാഹത്തിന് സമ്മതിച്ചു. അപ്പോഴാണ് നായിക അങ്ങോട്ടേക്ക് വരുന്നത്. അവളുടെ വീട്ടിന് മുന്നിൽ പണക്കാരനെയും അയാളുടെ മകനെയും കണ്ടിട്ട് അവൾ അവളുടെ അമ്മയോട് ചോദിച്ചു, എന്തിനമ്മ ഇവരിങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ ഈ പണക്കാരന്റെ മകനെ നീ വിവാഹം കഴിക്കണം, അവന് നിന്നേക്കാൾ കുറച്ച് വയസ്സ് കൂടുതലാണ്. പക്ഷേ അതൊന്നും പ്രശ്നമല്ല. എന്നാൽ ഇത് കേട്ടതും നായിക ഞെട്ടിപ്പോയി. അമ്മ എന്തായി പറയുന്നത്? എനിക്കിതിന് ഒട്ടും താല്പര്യമില്ല. അത് കേട്ടതും ആ പണക്കാരൻ പറഞ്ഞു, മോളെ, നീ എന്റെ മകനെ വിവാഹം ചെയ്താൽ നിനക്ക് പിന്നെ സുഖമായി ജീവിക്കാം. ഞങ്ങളുടെ പക്കൽ ഒരുപാട് സ്വത്തുക്കളും പണവും ഒക്കെയുണ്ട്. ഇനിയുള്ള ജീവിതം നിനക്കൊരു കോടീശ്വരിയായി ജീവിക്കാം. അതും കൂടി കേട്ടതും അവൾക്കൊക്കെ ദേഷ്യം വന്നു. ഒന്നും മിണ്ടാതെ അവൾ വീട്ടിനകത്തേക്ക് പോയി. അത് കണ്ട നായികയുടെ അമ്മ ആ പണക്കാരനോട് പറഞ്ഞു, ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഒരാഴ്ചക്കുള്ളിൽ എന്റെ മകൾ
മകളെ കൊണ്ട് ഈ കല്യാണത്തിന് ഞാൻ സമ്മതിപ്പിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോ. അങ്ങനെ അവരെ അവിടുന്ന് പറഞ്ഞയച്ചു. ശേഷം അവർ നേരെ അകത്തേക്ക് ചെന്ന് നായികയോട് സംസാരിച്ചു. നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നതെന്ന് നിനക്കറിയാമല്ലോ. ഇങ്ങനെ ഒരു സമയത്ത് ഒരു പണക്കാരന്റെ വിവാഹാലോചന വന്നത് നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് നീ വിവാഹത്തിന് സമ്മതിക്കണം. എന്നാൽ ഇത് കേട്ടത് നായിക പറഞ്ഞു, അമ്മ എന്തായി പറയുന്നത്? ഞാൻ മാക്സിമം ഇഷ്ടത്തിലാണെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അവന് മാത്രമേ വിവാഹം ചെയ്യൂ. അത് കേട്ടതും അവളുടെ അമ്മയ്ക്ക് ദേഷ്യം വന്നു. ആ മണ്ടനെ തന്നെ വേണോ നിനക്ക്? ജോലി തേടി അവൻ ഈ ഗ്രാമം വിട്ടു പോയതല്ലേ. അവന്റെ ബുദ്ധി വെച്ച് അവന് നല്ലൊരു ജോലി കിട്ടുമെന്ന് തോന്നുന്നില്ല. അത് മാത്രവുമല്ല, അവൻ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. ഞാൻ ആ പണക്കാരനോട് ഈ വിവാഹത്തിന് സമ്മതിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ ഈ വിവാഹം നടത്തിയിരിക്കും. അത് കേട്ടതും നായിക അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. ഇതേ സമയം ഇവിടെ നായകൻ തയ്യൽ ജോലിയൊക്കെ ഏകദേശം നന്നായി പഠിച്ചു കഴിഞ്ഞു. ഷർട്ടും പാന്റും ഒരുമിച്ച് വരുന്ന പുതിയ രീതിയിലുള്ള ഒരു ഡിസൈൻ ഉണ്ടാക്കി അവൻ ആ ഡ്രസ്സ് തയ്യൽക്കാരനെ കാണിച്ചു. എന്നാൽ ഇത് കണ്ടതും ആ തയ്യൽക്കാരൻ പറഞ്ഞു, എന്താടാ നീ കാണിച്ചു വെച്ചേക്കുന്നത്? ഈ ഡിസൈൻ വളരെ പഴയ ഫാഷനാണ്. ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇപ്പോൾ ആരും ധരിക്കില്ല. കാലത്തിനനുസരിച്ച് നമ്മൾ പുതിയ ഡ്രസ്സ് ഉണ്ടാക്കണം. എന്നാൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ നായകന് അന്ന് രാത്രി ഉറക്കം വന്നതേയില്ല. പക്ഷേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇതെല്ലാം പഠിച്ചത് വെറുതെയായോ? ആ തയ്യൽക്കാരൻ പറഞ്ഞതുപോലെ ട്രെൻഡിനനുസരിച്ച് തയ്ക്കണമെന്ന് എനിക്കറിയില്ലല്ലോ. ഇനി ഞാനെങ്ങനെ എന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകും? അങ്ങനെ തൊട്ടടുത്ത ദിവസമായി ഇവിടെ നായികയുടെ ഗ്രാമത്തിൽ നായിക നേരെ നായകന്റെ അച്ഛനെ കാണാനായി വന്നു. അങ്കിൾ, നിങ്ങളുടെ മകൻ ജോലി തേടി നഗരത്തിലേക്ക് പോയില്ലേ? അവൻ എപ്പോഴാ തിരിച്ചു വരുന്നതെന്ന് അറിയാമോ? അത് കേട്ടതും നായകന്റെ അച്ഛൻ പറഞ്ഞു, അവൻ എപ്പോൾ തിരിച്ചു വരുമെന്ന് എനിക്കും അറിയില്ല മോളെ. എല്ലാത്തിനും കാരണം ഞാനാണ്. ഞാൻ അവനെ എപ്പോഴും വഴക്ക് പറയുന്നത് കൊണ്ടാ അവൻ ഈ ഗ്രാമം വിട്ടു പോയത്. അതുകൊണ്ട് തന്നെ അവൻ എപ്പോൾ തിരിച്ചു വരുമെന്ന് എനിക്കറിയില്ല. അത് കേട്ടത് നായികയ്ക്ക് ആകെ സങ്കടമായി. ഇതേ സമയം ഇവിടെ തയ്യൽക്കാരന്റെ വീട്ടിലേക്ക് ആരോ ഒരാൾ കുതിരപ്പുറത്തെത്തി. ആ തയ്യൽക്കാരൻ ഇയാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഇതുവരെ തിരിച്ചു കൊടുത്തില്ല. അത് വാങ്ങാനായിട്ടാണ് അയാൾ ഇങ്ങോട്ടേക്ക് വന്നത്. എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് എത്ര ദിവസമായി? ഇതുവരെ ആ പണത്തിന് പലിശ പോലും തന്നിട്ടില്ല. ഇന്ന് എനിക്ക് പലിശയെങ്കിലും കിട്ടിയേ പറ്റൂ. അത് കേട്ടതും ആ തയ്യൽക്കാരന്റെ ഭാര്യ പറഞ്ഞു, സാർ, മുമ്പത്തെ പോലെ ഞങ്ങളുടെ ബിസിനസ് ഇപ്പോൾ നന്നായി നടക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടി വേണം. ഉറപ്പായും നിങ്ങളുടെ പണം തിരിച്ചു തരാം. ഇല്ല, ഞാൻ നിങ്ങൾക്ക് ഒരുപാട് സമയം തന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണം തരാൻ നോക്ക്. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തോണ്ട് പോകും. അപ്പോഴാണ് ആ തയ്യൽക്കാരന്റെ ഭാര്യ പറയുന്നത്, സാർ, നിങ്ങളുടെ ഡ്രസ്സിൽ ആകെ അഴുക്ക് പറ്റിയിട്ടുണ്ടല്ലോ. അതിനു പകരം ഞങ്ങളുടെ കയ്യിലുള്ള ഡ്രസ്സ് നിങ്ങൾ എടുത്തോ. പകരം ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം താ. ഉറപ്പായും ഞങ്ങൾ പണം തിരികെ തരാം. എന്നാൽ ഈ കാര്യം ആ പലിശക്കാരൻ അങ്ങ് ഇഷ്ടപ്പെട്ടു. ശരി, എന്റെ അളവിനുള്ള ഡ്രസ്സ് താ, ഞാനൊന്ന് ഇട്ടു നോക്കട്ടെ. അങ്ങനെ അയാളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഓരോ ഡ്രസ്സ് ഇടാനായി കൊടുത്തു. പക്ഷെ അവിടെയുള്ള ഒരു ഡ്രസ്സും അയാൾക്ക് ഫിറ്റ് അല്ലായിരുന്നു. എല്ലാ ഡ്രസ്സും നല്ല ടൈറ്റ്. ഇനി ഇട്ടു നോക്കാൻ ഡ്രസ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് അവസാനം നായകൻ തച്ചെടുത്ത ആ പ്രത്യേക ഡ്രസ്സ് എടുത്ത് അയാൾ ധരിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ ഡ്രസ്സ് അയാൾക്ക് കറക്റ്റ് ഫിറ്റ്. അത് മാത്രവുമല്ല, ആ ഡ്രസ്സ് നല്ല ഇലാസ്റ്റിക് ഉള്ളതും ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല സുഖവും ഉണ്ടായിരുന്നു. അത് ആ പലിശക്കാരന് ഒരുപാടങ്ങ് ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ അയാൾ തയ്യൽക്കാരനോട് പറഞ്ഞു, നീ എനിക്ക് ഇനി പണം തരണ്ട. പകരം ഞാൻ ഈ ഇട്ടിരിക്കുന്നത് പോലുള്ള ഇലാസ്റ്റിക് ഉള്ള 10 ഡ്രസ്സ് നീ എനിക്ക് തച്ചു തരണം. ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്നും പറഞ്ഞ് അയാൾ അവിടുന്ന് പോയി. അങ്ങനെ തയ്യൽക്കാരനും നായകനും ഒരുപാട് സന്തോഷമായി. അവർ ദിവസങ്ങളോളം കഷ്ടപ്പെട്ടിരുന്ന് ആ 10 ഡ്രസ്സും തച്ചെടുത്തു. അങ്ങനെ കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞതും ആ പലിശക്കാരൻ 2 വ്യാപാരികളെയും കൂട്ടി തയ്യൽക്കാരന്റെ വീട്ടിലേക്ക് വന്നു. നിങ്ങൾ അന്ന് തന്ന ആ ഒരു ഡ്രസ്സില്ലേ, അതും ഇട്ടുകൊണ്ട് ഞാൻ എന്റെ നാട്ടിലേക്ക് പോയപ്പോൾ എല്ലാവർക്കും അത് ഒരുപാടങ്ങ് ഇഷ്ടമായി. ഇത്രയും നല്ലൊരു ഡ്രസ്സ് നിനക്ക് എവിടുന്ന് കിട്ടിയെന്നാ എല്ലാരും ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഈ വ്യാപാരികളെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇവർ നല്ല ക്വാളിറ്റിയുള്ള തുണികൾ വിൽക്കുന്ന വ്യാപാരികളാണ്. നീ ഉണ്ടാക്കിയ ഡ്രസ്സ് ഇവർക്ക് ഒരുപാടങ്ങ് ഇഷ്ടമായി. ഇനി ഇവർ ഇവരുടെ തുണികൾ നിങ്ങൾക്ക് നൽകും. നിങ്ങൾ ആ തുണിയിൽ നിന്ന് ഇതുപോലെയുള്ള ഡ്രസ്സ് തച്ച് ഇവർക്ക് കൊടുക്കണം. അതിന് പകരമായി നിനക്ക് ഇവർ നല്ല പണം തരും. അതും കൂടി കേട്ടതും നായകനും തയ്യൽക്കാരനും ഒരുപാട് സന്തോഷമായി. അങ്ങനെ വ്യാപാരികൾ കൊണ്ടുവന്ന തുണി വാങ്ങി അവർ വീണ്ടും ഒരുപാട് ഡ്രസ്സ് തയ്ക്കാൻ തുടങ്ങി. ഇതേ സമയം ഇവിടെ സിറ്റിയിൽ ജോലി ചെയ്യുന്ന നായകന്റെ മൂത്ത ചേട്ടനായ ജാക്കിനെ കാണിക്കുവാണ്. ജാക്ക് ഇപ്പോൾ മരപ്പണിയൊക്കെ നന്നായി പഠിച്ചു കഴിഞ്ഞു. പല ഡിസൈനിലുള്ള മേശയും കസേരയൊക്കെ ഉണ്ടാക്കാൻ അവനിപ്പോൾ അറിയാം. അതുകൊണ്ട് തന്നെ ആ കടയിലെ കച്ചവടവും ഇപ്പോൾ നല്ല രീതിയിൽ മെച്ചപ്പെട്ടു. അങ്ങനെ ഒരു ദിവസം ആ കടയുടമ വന്ന് ജാക്കിനോട് പറഞ്ഞു, നീ ഒരുപാട് കഷ്ടപ്പെട്ട് വളരെ ആത്മാർത്ഥതയോടെ ഇവിടെ പണിയെടുക്കുന്നത്. ഇനി നിന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ സമയമായി. ഇതുവരെ ഞാൻ നിനക്ക് പണമൊന്നും തന്നില്ലല്ലോ. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ ഒരു സമ്മാനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ഒരു മേശ അവന് കാണിച്ചു കൊടുത്തു. എന്നാൽ ഇത് കണ്ടതും ജാക്ക് ചോദിച്ചു, ഇതൊരു സാധാരണ മേശയല്ലേ, ഇതിനെന്താ ഇത്ര പ്രത്യേകത? അത് കേട്ടതും അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു,
പറഞ്ഞു, ഈ മേശയ്ക്ക് ഒരു പ്രത്യേക പവറുണ്ട്. നീ എന്ത് ഫുഡ് വേണമെന്ന് ഈ മേശയോട് പറഞ്ഞാലും ഈ മേശ നിനക്ക് തരും. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ആ മേശയോട് ഫുഡ് വേണമെന്ന് പറഞ്ഞതും പെട്ടെന്ന് ആ മേശയിൽ എന്തൊക്കെയോ മായാജാലം സംഭവിക്കാൻ തുടങ്ങി. പലതരത്തിലുള്ള വെറൈറ്റി ഫുഡുകൾ ആ മേശയിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ട് ജാക്ക് ആകെ ഞെട്ടിപ്പോയി. ഇനി മുതൽ ഈ മേശ നിനക്ക് സ്വന്തമാണ്. നീ ഇത് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കോ. അത് കേട്ടത് നായകൻ വളരെ സന്തോഷത്തോടെ ആ മേശയും എടുത്ത് അവന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. പിന്നീട് കാണിക്കുന്നത് നായകന്റെ രണ്ടാമത്തെ ചേട്ടനായ എമിലിനെയാണ്. എമിൽ ആ മില്ലിൽ വളരെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്തിരുന്നു. അത് കണ്ട് ആ മില്ലിന്റെ ഉടമ പറഞ്ഞു, നീ ഒരുപാട് നാളായി ഇവിടെ ജോലി ചെയ്യുന്നില്ലേ? അതുകൊണ്ട് ഇനി നിനക്ക് നിന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാം. നിനക്ക് ഇതുവരെ ഞാൻ പണമൊന്നും തരാത്തത് കൊണ്ട് അതിനു പകരമായി നിനക്കൊരു സമ്മാനം തരാം. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അവനൊരു കഴുതയെ കാണിച്ചു കൊടുത്തു. ദേ ഇതാണ് നിനക്കുള്ള സമ്മാനം. ഈ കഴുതയോ? ഈ കഴുതയെ കൊണ്ട് എനിക്കെന്താ പ്രയോജനം? അത് കേട്ടതും അയാൾ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, ഇതിനൊരു പ്രത്യേക കഴിവുണ്ട്, വാ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അയാൾ ആ കഴുതയുടെ ബാക്കിൽ ഒരു തുണി വിരിച്ചിട്ടിട്ട് അതിന്റെ വാല് പൊക്കിയതും അത് ചാണകത്തിന് പകരം സ്വർണ്ണ നാണയങ്ങൾ ഇടാൻ തുടങ്ങി. അത് കണ്ടതും എമിലാകെ ഞെട്ടിപ്പോയി. ഇതൊരു മായാജാല കഴുതയാണ്. നിനക്ക് എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം ഇത് നിനക്ക് സ്വർണ്ണ നാണയം തരും. അങ്ങനെ വളരെ സന്തോഷത്തോടെ എമിലും ആ കഴുതയുമായി അവന്റെ ഗ്രാമത്തിലേക്ക് പോകാൻ തുടങ്ങി. ഇതേ സമയം ഇവിടെ നായകനും അവന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ സമയമായി. നായകന്റെ പുതിയ ഡിസൈൻ കൊണ്ടാണ് ആ തയ്യൽക്കാരന്റെ ബിസിനസ് ഇത്രയും നന്നായി മെച്ചപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ തയ്യൽക്കാരൻ അവന് കുറച്ച് പണവും യാത്രയിൽ കഴിക്കാൻ കുറച്ച് ഫുഡും കൊടുത്തു. എടാ, നീ വിചാരിച്ചത് കൊണ്ടാണ് എന്റെ ജീവിതം ഇത്ര നന്നായി മാറിയത്. അതുകൊണ്ട് ഞാൻ നിനക്കൊരു പ്രത്യേക സമ്മാനം തരാൻ പോകുക. അതും പറഞ്ഞുകൊണ്ട് അയാൾ നന്നായി കെട്ടിയൊരു ബാഗ് നായകന്റെ കയ്യിൽ കൊടുത്തു. അത് കണ്ടതും നായകൻ ചോദിച്ചു, അല്ല ഈ ബാഗിനകത്ത് എന്താ ഉള്ളത്? അത് കേട്ടതും ആ തയ്യൽക്കാരന് ചിരി വന്നു. അയാൾ ചിരിച്ചുകൊണ്ട് ആ ബാഗിലേക്ക് നോക്കി. നീ പുറത്തേക്ക് വാ എന്ന് പറഞ്ഞതും ബാഗിൽ നിന്ന് ഒരു വലിയ ഉരുളൻകിഴങ്ങ് പുറത്തേക്ക് വന്ന് നായകന്റെ തലയ്ക്കൊരു അടി കൊടുത്തു. ഇതാണ് ഞാൻ നിനക്ക് തരുന്ന പ്രത്യേക സമ്മാനം. നിനക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ ബാഗിനകത്ത് കിടക്കുന്ന ഉരുളൻകിഴങ്ങിനോട് പറഞ്ഞാൽ മതി. ഇത് പുറത്തേക്ക് വന്ന് നിനക്ക് പ്രശ്നമുണ്ടാക്കുന്നവർക്കൊക്കെ നല്ല അടി കൊടുക്കും. അത് കേട്ട നായകന് വളരെ സന്തോഷത്തോടെ ആ ബാഗും എടുത്ത് അവന്റെ ഗ്രാമത്തിലേക്ക് യാത്ര തുടങ്ങി. ഇതേ സമയം നായകന്റെ മൂത്ത ചേട്ടനായ ജാക്ക് ആ മാന്ത്രിക മേശയും എടുത്തുകൊണ്ട് നടന്ന് ഏതൊരു ഗ്രാമത്തിലെത്തി. നന്നായി ക്ഷീണിച്ചത് കൊണ്ട് അവിടെയുള്ള ഒരു ഹോട്ടലിൽ മുറിയെടുക്കാമെന്ന് അവൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ ആ ഹോട്ടലിനകത്തേക്ക് കയറി. ആ ഹോട്ടൽ നടത്തുന്നത് ഒരു ലേഡിയും അവരുടെ ഹസ്ബൻഡും കൂടിയായിരുന്നു. ജാക്ക് ആ ലേഡിക്ക് പണം കൊടുത്ത് ഹോട്ടൽ റൂം എടുത്തു. ഉടനെ തന്നെ ആ ലേഡി അവനോട് ചോദിച്ചു, നിങ്ങൾക്ക് കഴിക്കാൻ ഫുഡ് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഞങ്ങളത് റൂമിൽ എത്തിച്ചു തരാം. എന്നാൽ ഇത് കേട്ടതും ജാക്ക് പറഞ്ഞു, ഫുഡൊന്നും എനിക്ക് വേണ്ട, എനിക്ക് റൂം മാത്രം മതി. കാരണം എന്റെ കയ്യിലുള്ള ഈ ഒരു മേശ ഇതൊരു മായാജാല മേശയാണ്. എന്ത് ഫുഡ് ചോദിച്ചാലും ഇത് തരും എനിക്ക്. അത്രയും പറഞ്ഞിട്ട് അവൻ നേരെ മുറിയിലേക്ക് പോയി. എന്നാൽ അവൻ ഈ പറഞ്ഞതൊക്കെ കേട്ട് ആ ലേഡിക്ക് എന്തൊക്കെ സംശയങ്ങൾ തോന്നി. അവർ നേരെ ചെന്ന് അവരുടെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇപ്പോൾ മുറിയിലേക്ക് പോയവൻ ഫുഡൊന്നും ഓർഡർ ചെയ്തില്ല, എന്തോ പ്രശ്നമുള്ളതായി എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ മേൽ നമുക്കൊരു കണ്ണുണ്ടാകണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നേരെ പോയി ജാക്കിന്റെ മുറിയിലേക്ക് അവൻ എന്താ ചെയ്യുന്നതെന്ന് ഒളിഞ്ഞു നോക്കുവാണ്. എന്നാൽ ഇവിടെ മുറിക്കകത്തുള്ള ജാക്കിന് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അവൻ ആ മാന്ത്രിക ടേബിൾ എടുത്ത് വെച്ചിട്ട് ആ ടേബിളിനോട് എനിക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞതും പലതരത്തിലുള്ള ഫുഡ് മേശയിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ഇതെല്ലാം പുറത്തുനിന്ന് കണ്ട ആ ഹോട്ടൽ ഓണറായ ലേഡിയും അവരുടെ ഹസ്ബൻഡും ആകെ ഞെട്ടിപ്പോയി. അവൻ ചുമ്മാ കള്ളം പറഞ്ഞതാ ഞാൻ കരുതിയത്, പക്ഷേ അത് കള്ളമല്ല. അവന്റെ കയ്യിലുള്ളത് ഒരു മായാജാല ടേബിളാണ്. എന്ത് വില കൊടുത്തും ആ ടേബിൾ നമുക്ക് തട്ടിയെടുക്കണം. അങ്ങനെ ടേബിൾ വെച്ച് നമുക്ക് കുറെ പണം ഉണ്ടാക്കാം. അങ്ങനെ സമയം രാത്രിയായി. ജാക്ക് ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ്. ആ ഓണർ ലേഡിയും അവരുടെ ഹസ്ബൻഡും കൂടി നൈസായി അവന്റെ മുറിയിലേക്ക് വന്ന് ആ മായാജാല ടേബിൾ അവരെടുത്തോണ്ട് പോയി. എന്നിട്ട് അതിന്റെ അതേ രൂപത്തിലുള്ള മറ്റൊരു ടേബിൾ അവരവിടെ കൊണ്ടുവച്ചു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതും അതേ ഹോട്ടലിലേക്ക് നായകന്റെ രണ്ടാമത്തെ ചേട്ടനായ എമിലെത്തി. സമയം രാത്രിയായതുകൊണ്ട് ഈ ഹോട്ടലിൽ താമസിക്കാമെന്നാണ് അവൻ തീരുമാനിച്ചത്. അങ്ങനെ അവൻ നേരെ അകത്തേക്ക് കയറി ആ ഹോട്ടൽ ഓണറായ ലേഡിയോട് മുറി ഉണ്ടോന്ന് ചോദിച്ചു. അത് കേട്ടതും ആ ലേഡി പറഞ്ഞു, റൂമൊക്കെ ഉണ്ട്, പക്ഷേ റൂമിൽ താമസിക്കണമെങ്കിൽ 10 കോയിൻ തരണം. അത് കേട്ടതും എമിൽ അവന്റെ പോക്കറ്റ് തപ്പി നോക്കിയപ്പോൾ കയ്യിൽ കോയിനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവൻ ആ ലേഡിയോട് പറഞ്ഞു, എന്റെ പണമെല്ലാം ഞാൻ എന്റെ കഴുതിയുടെ ബാക്കിൽ കെട്ടിവെച്ചേക്കുക, ഞാൻ പോയി അത് എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞ് നേരെ അവൻ ഹോട്ടലിന്റെ ബാക്കിൽ കഴുതയെ കെട്ടിയിടുന്ന സ്ഥലത്തേക്ക് വന്നു. എന്നാൽ ഇവൻ പറഞ്ഞിട്ട് പോയതെല്ലാം കേട്ട ആ ഹോട്ടൽ ഓണറായ ലേഡിക്ക് എന്തൊക്കെ സംശയങ്ങൾ തോന്നി. ഇത്രയും പണം ആരെങ്കിലും കഴുതയുടെ ബാക്കിൽ കെട്ടിവെക്കുവോ? എന്തായാലും ആ സത്യമൊന്നും അറിയണമല്ലോന്നും പറഞ്ഞ് എമിൽ എന്താ ചെയ്യുന്നതെന്ന് ഒളിഞ്ഞു നോക്കുവാണ്. എന്നാൽ ആ എമിൽ അവിടെ കഴുതയുടെ വാല് പിടിച്ചു പൊക്കിയതും അതിന്റെ ബാക്കിൽ നിന്ന് ഒരുപാട് സ്വർണ്ണ നാണയം താഴേക്ക് വീഴാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ആ ഹോട്ടൽ ഓണറായ ലേഡി ആകെ ഞെട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ ഓടിച്ചെന്ന് അവരുടെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നിങ്ങളത് കണ്ടോ? അവന്റെ കയ്യിലുള്ള ആ കഴുത ചാണകത്തിന് പകരം സ്വർണ്ണ നാണയമാ തരുന്നത്. എങ്ങനെയും അവന്റെ കയ്യിൽ നിന്ന് ആ കഴുതയെ നമുക്ക് മോഷ്ടിക്കണം. ആ കഴുതയെ വെച്ച് നമുക്ക് ഒരുപാട് പണം ഉണ്ടാക്കാം. അത് കേട്ടതും അവരുടെ ഹസ്ബൻഡ് നേരെ പോയി അതുപോലെ കഴുതയെ അവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട്
കേട്ടിട്ട് നായകന്റെ ചേട്ടന്റെ ആ മായാജാല കഴുതി അവരോടൊന്ന് മോഷ്ടിച്ചോണ്ടുപോയി. എന്നാൽ ഇതൊന്നും അറിയാത്ത എമിൽ 10 സ്വർണ്ണ നാണയം കൊടുത്ത് ആ ഹോട്ടലിൽ മുറിയെടുത്തു. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ്. നായകനും ജിമ്മിയും കൂടി കാട്ടിലൂടെ നടന്ന് അവന്റെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. പെട്ടെന്നാണ് നായകന്റെ ബ്രെഡ് മോഷ്ടിച്ചോണ്ടുപോയ അതേ കള്ളന്മാർ തോക്കം കൊണ്ട് അവന്റെ മുന്നിലേക്ക് ചാടി വീഴുന്നത്. ആഹാ, ഇത് നീയായിരുന്നോ? സിറ്റിയിൽ പോയി ജോലി ചെയ്ത് ഒരുപാട് പണം ഉണ്ടാക്കിയെന്ന് തോന്നുന്നല്ലോ. എന്തായാലും ജീവൻ വേണമെങ്കിൽ അതെല്ലാം ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് വേഗം സ്ഥലം വിട്ടോ. അങ്ങനെ നായകൻ പേടിച്ച് അവന്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം അവർക്ക് കൊടുത്തു. എന്നാൽ ആ ഉരുളം കഴിഞ്ഞിരിക്കുന്ന ബാഗ് മാത്രം അവൻ കൊടുത്തില്ല. പെട്ടെന്ന് ജിമ്മിയെ വിളിച്ചുകൊണ്ട് അവൻ അവിടുന്ന് രക്ഷപ്പെട്ടോടാൻ ശ്രമിച്ചെങ്കിലും അവരെല്ലാരും കൂടി അവനെ വളഞ്ഞിട്ട് പിടിച്ചു. ഇനി ഒരു തവണ കൂടി രക്ഷപ്പെടാൻ നോക്കിയാൽ ഉറപ്പായും നിന്നെ കൊന്നുകളയും. ഈ ബാഗിൽ വിലപ്പെട്ട എന്തോ ഉണ്ട്, അതുകൊണ്ടല്ല നീ ഇതുകൊണ്ട് ഓടാൻ നോക്കിയത്. വേഗം അത് തുറന്ന് അതിനകത്തുള്ളതിങ്ങ് ഞങ്ങൾക്ക് തന്നേക്ക്. അത് കേട്ട നായകൻ ബാഗിനകത്തേക്ക് നോക്കി ആ ഉരുളൻകിഴങ്ങിനോട് പുറത്തേക്ക് വാ എന്ന് പറഞ്ഞതും പെട്ടെന്ന് തന്നെ ആ ഉരുളൻകിഴങ്ങ് പുറത്തേക്ക് വന്ന് ആ കള്ളന്മാരെല്ലാം ഓടിച്ചിട്ടടിക്കാൻ തുടങ്ങി. വേദന സഹിക്കാൻ വയ്യാതെ അവന്മാർ പല വഴിക്ക് ഓടാൻ ശ്രമിച്ചെങ്കിലും ഒരുത്തനെയും അത് വെറുതെ വിട്ടില്ല. വേദന സഹിക്കാൻ വയ്യാതെ ആ കള്ളന്മാരുടെ തലവൻ ഒരു മരത്തിന് മുകളിൽ കയറി ഒളിച്ചിരുന്നു. എടാ, സത്യമായിട്ടും ഞങ്ങൾ ഇനി മോഷ്ടിക്കില്ല. നിന്റെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ തിരിച്ചു തന്നേക്കാം. ദയവായി ഞങ്ങൾ ഇന്ന് വെറുതെ വിട്. അത് കേട്ട നായകൻ ആ ഉരുളൻകിഴങ്ങിനോട് തിരിച്ച് ബാഗിൽ വന്ന് കയറാൻ പറഞ്ഞതും അത് പറന്നു വന്ന് ആ ബാഗിൽ കയറിയിരുന്നു. ഇതേ സമയം ഹോട്ടലിൽ ആ ലേഡി എമിലിന്റെ മായാജല കഴുതിയിൽ നിന്ന് കിട്ടിയ എല്ലാ സ്വർണ്ണവും കൂടി ഒരു ബാഗിലാക്കുവാണ്. എന്നിട്ട് അവര് അവരുടെ ഹസ്ബൻഡിനോട് പറഞ്ഞു, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരായി മാറും. അപ്പോഴാണ് അതേ ഹോട്ടലിൽ രാത്രി മുഴുവൻ ഉറങ്ങിയ ജാക്കും എമിലും ഒരേ സമയം പുറത്തേക്ക് വരുന്നത്. അവിടെ വെച്ച് അവർ പരസ്പരം കണ്ടപ്പോഴാണ് മനസ്സിലായത് രണ്ടുപേരും ഒരേ ഹോട്ടലിലാണ് താമസിച്ചതെന്ന്. അതുകൊണ്ട് തന്നെ തമ്മിൽ കണ്ടപ്പോൾ അവർ സന്തോഷത്തോടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. കുറച്ചു നേരം അവർ സംസാരിച്ചിട്ട് പറഞ്ഞു, എന്തായാലും നമ്മൾ കണ്ടുമുട്ടിയത് നന്നായി. ഇനി നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഗ്രാമത്തിലേക്ക് പോകാം. അങ്ങനെ അവർ അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ച് യാത്ര തുടങ്ങി. കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് കിട്ടിയ സമ്മാനങ്ങളെ കുറിച്ചെല്ലാം അവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ജാക്കിന് നല്ല വിശപ്പ് തോന്നുന്നത്. എനിക്കിപ്പോൾ നല്ല വിശപ്പുണ്ട്. എനിക്ക് കിട്ടിയ ഈ മായാജാല ടേബിൾ ഉപയോഗിച്ച് ഞാനിപ്പോൾ ഫുഡ് വരുത്തി കാണിച്ചു തരാം. നിനക്ക് എന്ത് ഫുഡാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അതെന്താണെങ്കിലും ഈ ടേബിളിൽ വരും. കറക്റ്റ് സമയത്താണ് അതേ വഴിയിലൂടെ നായകനും അങ്ങോട്ടേക്ക് വരുന്നത്. ദൂരെ നിന്ന് അവന്റെ ചേട്ടന്മാരെ കണ്ടതും സന്തോഷത്തോടെ ഓടി വന്ന് അവൻ അവരെ കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് ജാക്ക് പറയുന്നത്, ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 പേർക്കും ഒരുമിച്ച് ഫുഡ് കഴിക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ആ മേശയോട് ഫുഡ് വേണമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഒന്നും സംഭവിച്ചില്ല. കാരണം ആ മേശ ആ ഹോട്ടൽ ഓണറായ ലേഡി മാറ്റിയിരുന്നു. ജാക്കിന് അത് അറിയാത്തത് കൊണ്ട് അവൻ ആ മേശയോട് പിന്നെയും ഫുഡ് ചോദിച്ചു. എന്നിട്ടും അവിടെ ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന എമിൽ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഇതൊരു സാധാരണ മേശയാണെന്ന്. പക്ഷേ എന്റെ കയ്യിലൊരു മായാജാല കഴുതയുണ്ട്, അത് നമുക്ക് സ്വർണം തരും. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ആ കഴുതയുടെ വാല് പിടിച്ച് പൊക്കി നോക്കിയതും അവിടെയും ഒന്നും സംഭവിച്ചില്ല. എന്തോ സംഭവിക്കുന്നതെന്ന് എമിലിന് ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് ജാക്ക് ആ മേശ ശ്രദ്ധിച്ചു നോക്കുന്നത്. അതോടെ അവന് മനസ്സിലായി ഇതാ മായാജാല മേശയല്ല, വെറും ഒരു സാധാരണ മേശയാണെന്ന്. അതോടെ അവന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. നമ്മൾ രണ്ടുപേരും ആ ഹോട്ടലിൽ ഉണ്ടായിരുന്ന സമയത്ത് ആരോ നമ്മുടെ മായാജാല സാധനങ്ങൾ മാറ്റിയെടുത്തു. എനിക്ക് തോന്നുന്നു ഇത് ചെയ്തത് ആ ഹോട്ടലിലെ ഓണറായ ആ ലേഡി ആയിരിക്കും. എത്രയും പെട്ടെന്ന് പോയി നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് അത് തിരികെ വാങ്ങണം. അത്രയും പറഞ്ഞ് നായകനെ അവിടെ നിർത്തി അവന്റെ 2 ചേട്ടന്മാരും കൂടി നേരെ ഹോട്ടലിലെത്തി. ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. ഞങ്ങളുടെ മാന്ത്രിക മേശയും പിന്നെ ആ മാന്ത്രിക കഴുതയെ മോഷ്ടിച്ചത് നിങ്ങളാണ്. മര്യാദയ്ക്ക് അതിങ്ങ് തിരിച്ചു തരുന്നതാ നിങ്ങൾക്ക് നല്ലത്. എന്നാൽ ഇത് കേട്ട ആ ഓണറും അവരുടെ ഹസ്ബൻഡും കൂടി തോക്കു ചൂണ്ടി അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞു, അതേടാ, ഞങ്ങൾ തന്നെ അത് 2 മോഷ്ടിച്ചത്. ഇനി അത് ഞങ്ങൾക്ക് സ്വന്തമാണ്. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ 2നെ ഞങ്ങൾ കൊന്നുകളയും. അത് കേട്ടതും നായകന്റെ 2 ചേട്ടന്മാരും പേടിച്ച് അവിടുന്ന് ഓടിപ്പോയി. അങ്ങനെ അവർ ഓടി കാട്ടിലേക്ക് വന്ന് നടന്ന കാര്യങ്ങളെല്ലാം നായകനോട് പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്തതുകൊണ്ടാ ഇങ്ങനെയൊരു സമ്മാനം ഞങ്ങൾക്ക് കിട്ടിയത്. എന്നാൽ അവരത് വളരെ ഈസിയായി മോഷ്ടിച്ചോണ്ട് പോയി. എങ്ങനെങ്കിലും അത് തിരിച്ചു പിടിക്കണം. അതിന് എന്താ ഒരു വഴി? ഇതെല്ലാം കേട്ടതും നായകൻ അവരോട് പറഞ്ഞു, എന്റെ 2 ചേട്ടന്മാരും ഒട്ടും സങ്കടപ്പെടണ്ട. ഈ രാത്രി മുഴുവൻ നിങ്ങൾ ഈ കാട്ടിൽ തന്നെ താമസിക്കണം. ഞാൻ ഇന്ന് തന്നെ ആ ഹോട്ടലിൽ പോയി എങ്ങനെങ്കിലും നിങ്ങളുടെ സാധനങ്ങളും എടുത്ത് നാളെ തിരിച്ചു വരാം. അതും പറഞ്ഞുകൊണ്ട് നായകൻ ആ കാട്ടിലൂടെ നടന്ന് നേരെ ആ ഹോട്ടലിലെത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇന്ന് രാത്രി ഈ ഹോട്ടലിൽ താമസിക്കാനാ എന്റെ പ്ലാൻ. എനിക്കൊരു മുറി വേണം, പിന്നെ കഴിക്കാൻ നല്ല ഫുഡും വേണം. അത്രയും പറഞ്ഞ് പണവും കൊടുത്ത് അവൻ നേരെ മുറിയിലേക്ക് പോയി. ഇതേ സമയം ഇവിടെ നായിക കാണിക്കുവാണ്. അവളാകെ സങ്കടപ്പെട്ട് കിടക്കുമ്പോഴാണ് അവളുടെ അമ്മ വന്ന് പറയുന്നത്, ദേ ആ പണക്കാരനോട് നമ്മൾ പറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അയാളുടെ മകനും നീയും തമ്മിലുള്ള കല്യാണം നാളെ നടക്കാൻ പോകുക. എന്നാൽ ഇത് കേട്ടത് നായിക പറഞ്ഞു, അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ഇനി എനിക്ക് വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും ശരി, നാളെ നിന്റെ കല്യാണം നടന്നിരിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് അവളെ ആ മുറിയിൽ പൂട്ടിയിട്ടിട്ട് അവളുടെ അമ്മ അവിടുന്ന് പോയി. ഇനി ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ നാളെ എനിക്ക് അയാളെ വിവാഹം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാമെന്ന് കരുതി ജനല് വഴി തുണി താഴേക്കിട്ട് അതിൽ പിടിച്ചിറങ്ങി അവൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. ഇതേ സമയം ഇവിടെ
നായകൻ താമസിക്കുന്ന ഹോട്ടൽ കാണിക്കുവാണ്. ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്ത് അവൻ ആ ഓണർ ലേഡിയോട് പറഞ്ഞു, എന്റെ ബാഗിനുള്ളിൽ വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്, അതെനിക്ക് സേഫ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റിയ ഒരു മുറി തരുമോ? ഇത് കേട്ടതും ആ ലേഡിക്ക് മനസ്സിലായി അവന്റെ ബാഗിൽ വിലപിടിപ്പുള്ള എന്തോന്നുണ്ടെന്ന്. ഇന്ന് രാത്രി തന്നെ അത് അടിച്ചു മാറ്റാമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ആ ലേഡി അവനോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നല്ലൊരു സേഫ് ആയിട്ടുള്ള മുറി തന്നെ നിങ്ങൾക്ക് ഞാൻ തരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നായകനൊരു മുറി കൊടുത്തു. അങ്ങനെ സമയം നല്ല രാത്രിയായി. നായകൻ ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ്. ആ ഹോട്ടൽ ഓണറായ ലേഡി കീ ഹോളിലൂടെ ഒളിഞ്ഞു നോക്കിയതും അവൻ നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ പതിയെ മുറിയിലേക്ക് കയറി നായകന്റെ ആ ബാഗ് എടുത്ത് കയ്യിൽ പിടിച്ചതും അത്ര നേരം ഉറക്കം ഭാവിച്ചു കിടന്ന നായകൻ ഉറക്കെ പറഞ്ഞു, എടാ വേഗം പുറത്തേക്ക് വന്ന് ഇവരെ അടിച്ച് ശരിയാക്ക്. അവനത് പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവൻ ജിമ്മിയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന് ഡോർ ലോക്ക് ചെയ്തു. എന്നാൽ ഇതേ സമയം മുറിക്കകത്ത് ബാഗിൽ നിന്ന് പുറത്തേക്ക് വന്ന ഉരുളൻകിഴങ്ങ് രണ്ടുപേരെയും ഓടിച്ചിട്ട് അടിക്കാൻ തുടങ്ങി. രണ്ടുപേരും അവിടുന്ന് രക്ഷപ്പെട്ടോടാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഡോർ ലോക്ക് ആയതുകൊണ്ട് അവരാകെ പെട്ടുപോയി. അടികൊണ്ടുള്ള രണ്ടുപേരുടെ നിലവിളി കേട്ട് റൂമിന് പുറത്തുനിന്ന നായകന് ഒരുപാട് സന്തോഷമായി. അങ്ങനെ കുറെ നേരം അടി കിട്ടിയതിനു ശേഷം രണ്ടുപേരും ആ മുറിയിൽ കിടന്ന് ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ഞങ്ങളെന്ന് രക്ഷിക്കേ, സത്യമായിട്ട് ഞങ്ങൾ ഇനി ആരുടെയും സാധനങ്ങൾ മോഷ്ടിക്കില്ല. അത് കേട്ട നായകൻ പതിയെ മുറി തുറന്ന് നോക്കിയപ്പെടുത്ത രണ്ടുപേരും അടികൊണ്ട് അവശയായി കിടക്കുന്നു. എടാ എങ്ങനെയെങ്കിലും ഈ ഉരുളൻകിഴങ്ങിനെ പിടിച്ചോണ്ട് പോ, ഞങ്ങളിനി ഒരിക്കലും ഒന്നും മോഷ്ടിക്കില്ല. അത് കേട്ടത് നായകൻ പറഞ്ഞു, എന്റെ രണ്ട് ചേട്ടന്മാർ ഇവിടെ താമസിച്ചിരുന്നു, അവരുടെ കയ്യിൽ നിന്ന് രണ്ട് മായജല സാധനങ്ങൾ നിങ്ങൾ മോഷ്ടിച്ചു, അതിങ്ങ് തിരിച്ചു തന്നാൽ ഞങ്ങൾ പൊയ്ക്കോളാം. ശരി ശരി, ഞങ്ങൾ എല്ലാം തിരിച്ചു തരാം. അതും പറഞ്ഞുകൊണ്ട് അവരാ മാന്ത്രിക കഴുതയും പിന്നെ ആ മാന്ത്രിക മേശയും അവന് തിരിച്ചു കൊടുത്തു. അങ്ങനെ നായകൻ അതും എടുത്തുകൊണ്ട് കാട്ടിലൂടെ നടന്ന് അവന്റെ ചേട്ടന്മാരുടെ അടുത്തേക്ക് പോകുവാണ്. ഇതേ സമയം ഇവിടെ ഗ്രാമത്തിൽ ആ പണക്കാരനും അയാളുടെ മകനും കൂടി നായികയെ വിവാഹം കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോകാനായി വന്നു. എന്നാൽ അപ്പോഴാണ് നായികയുടെ അമ്മയ്ക്ക് മനസ്സിലായത് അവൾ രാത്രി തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയെന്ന്. എന്റെ മകൾ എങ്ങോട്ട് രക്ഷപ്പെട്ടു പോയി, എത്രയും പെട്ടെന്ന് പോയി അവളെ കണ്ടുപിടിക്കണം, എങ്കിലേ ഈ കല്യാണം നടക്കൂ. അത് കേട്ടതും അവർ രണ്ടുപേരും നായികയെ തേടി അവിടുന്ന് ഓടിപ്പോയി. ഇതേ സമയം ഇവിടെ നായകന്റെ രണ്ടു ചേട്ടന്മാരും നായകന്റെ വരവിനെ കാത്തിരിക്കുവാണ്. അപ്പോഴാണ് നായകൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവന്റെ കയ്യിലെ മാന്ത്രിക ടേബിളും പിന്നെ മാന്ത്രിക കഴുതയും ഉണ്ടായിരുന്നു. അത് കണ്ടതും അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമായി. നീ ആള് കൊള്ളാമല്ലോ, ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചിട്ട് നടക്കാത്തത് നീ ഒറ്റയ്ക്ക് സാധിച്ചല്ലേ. പഴയ പോലെയല്ല, നിനക്കിപ്പോൾ കുറച്ച് മെച്യൂരിറ്റി ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോഴാണ് ആ പണക്കാരന്റെ മകൻ നായികയെ തേടി അവരുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് നായിക ഇതുവഴിയെല്ലാം പോകുന്നത് കണ്ടോന്ന് അവരുടെ അടുത്ത് അന്വേഷിച്ചു. നായികയുടെ പേര് കേട്ടതും നായകൻ ഒന്ന് ഷോക്കായി. അല്ല, നീ എന്തിനാ അവളെ തേടി നടക്കുന്നത്? ഇന്ന് ഞാനും അവളും തമ്മിലുള്ള കല്യാണം നടക്കാനിരുന്നതാ, പക്ഷേ അവൾ എങ്ങോട്ട് ഓടിപ്പോയി. പെട്ടെന്ന് അത് കേട്ടതും നായകന്റെ തല കറങ്ങാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് അവന്റെ രണ്ട് ചേട്ടന്മാരെയും കൂട്ടി നേരെ വീട്ടിലെത്തി. വീടിന് പുറത്ത് അവരുടെ അച്ഛൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം അവരെ മൂന്നുപേരെയും കണ്ടതും അവരുടെ അച്ഛന് ഒരുപാട് സന്തോഷമായി. എന്നിട്ട് അവർക്ക് കിട്ടിയ എല്ലാ ഗിഫ്റ്റിനെ കുറിച്ചുമൊക്കെ അവരുടെ അച്ഛനോട് പറഞ്ഞു. എന്നിട്ട് അയാൾ നേരെ നായകന്റെ അടുത്തൊന്ന് പറഞ്ഞു, നിന്നെ ഓർത്ത ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷനായത്, പക്ഷെ നീയും ഇപ്പോൾ നല്ലൊരു ജോലി പഠിച്ച് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നല്ലേ. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നോട് എനിക്ക് പറയാനുണ്ട്. നിന്റെ കാമുകിയും പിന്നെ ആ പണക്കാരനുമായുള്ള വിവാഹം ഇന്ന് നടക്കാനിരുന്നതാ. പക്ഷെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് അവൾക്ക് ആ കല്യാണത്തിന് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ വീട്ടിൽ വന്ന് ഒളിച്ചിരിപ്പുണ്ട്. അത് കേട്ട നായകൻ ഓടി വീട്ടിനകത്തേക്ക് കയറി നോക്കിയപ്പെടുക നായിക അവിടെ ഒരു വലിയ ബാരലിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു. അവനെ കണ്ടതും അവൾ ചാടി എഴുന്നേറ്റു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, ഉറപ്പായും ഞാൻ തിരിച്ചു വരുമെന്ന്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളെ കിസ് ചെയ്യാനായി വന്നതും കറക്റ്റ് സമയത്താണ് നായികയുടെ അമ്മയും പിന്നെ പണക്കാരനും അയാളുടെ മകനും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് നായികയുടെ അമ്മ നായകന്റെ അച്ഛനോട് പറഞ്ഞു, എന്റെ മകളെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അവളെ ഇങ്ങ് വിട്ടുതരുന്നതാ നിങ്ങൾക്ക് നല്ലത്. അത് കേട്ടതും നായകന്റെ അച്ഛൻ പറഞ്ഞു, എന്റെ ഏറ്റവും ഇളയ മകനും നിങ്ങളുടെ മകളും തമ്മിൽ ഇഷ്ടത്തിലാണ്, നിങ്ങൾക്കും അത് അറിയാവുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ അവൾ അവന് മാത്രമേ വിവാഹം ചെയ്യുമെന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ താല്പര്യമില്ലാതെ അവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത് കേട്ടതും ആ പണക്കാരൻ അയാളുടെ ആളുകളോട് പറഞ്ഞു, അവളെ ഈ വീട്ടിൽ എവിടെ ഒളിച്ചിരിപ്പുണ്ട്, പോയി അവളെ പിടിച്ചിറക്കിക്കൊണ്ടുവാ. അത് കേട്ടതും നായകന്റെ അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ഇവര് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി, അതിന് പകരമായിട്ടാണല്ലോ ഈ വിവാഹം വേണമെന്ന് നിങ്ങൾ നിർബന്ധിക്കുന്നത്. ഇവർ തിരിച്ചു തരേണ്ട പണം ഞങ്ങൾ തിരിച്ചു തരാം. അതും പറഞ്ഞുകൊണ്ട് അയാൾക്ക് കിട്ടാനുള്ള എല്ലാ സ്വർണ്ണ നാണയങ്ങളും നായകന്റെ അച്ഛൻ കൊടുത്തു. കടമെല്ലാം തീർന്നത് കൊണ്ട് തന്നെ അയാൾക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അയാൾ അയാളുടെ ആളുകളെയും കൂട്ടി അവിടുന്ന് പോയി. അവരവിടുന്ന് പോയി കഴിഞ്ഞതും നായികയുടെ അമ്മ പറഞ്ഞു, വേറെ വഴിയില്ലാത്തത് കൊണ്ടാ എനിക്ക് ആ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നത്. ഇപ്പോൾ ഞങ്ങളുടെ കടമെല്ലാം നിങ്ങൾ തീർത്ത സ്ഥിതിക്ക് എന്റെ മകളും നിങ്ങളുടെ മകനും തമ്മിലുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. അത്രയും പറഞ്ഞുകൊണ്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുവാണ്. ഇത് കണ്ടതും നായകന്റെ അച്ഛൻ ചോദിച്ചു, ഇനി തിരിച്ചു പോയാൽ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം നിനക്കും അറിയാം, നിനക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമുക്കും വിവാഹം ചെയ്തൂടെ? അത് കേട്ടതും നായികയുടെ അമ്മ ഓക്കെ പറഞ്ഞു. അങ്ങനെ നായികയുടെയും കല്യാണം കഴിഞ്ഞു. അതേ ദിവസം തന്നെ അവരുടെ അച്ഛന്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞു. രണ്ട് കപ്പിൾസും വളരെ
വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുവാണ്. എന്തായാലും ക്ലൈമാക്സിൽ വല്ലാത്തൊരു ട്വിസ്റ്റ് ആയി പോയല്ലേ. ഇനിയും ഇതുപോലുള്ള ഫീൽ ഗുഡ് ഫാന്റസി കഥകൾ വേണമെങ്കിൽ ഉറപ്പായും കമന്റ് ചെയ്യുക.